വന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഇരിഞ്ഞാലക്കുട രൂപത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, ഈ ഗാർഹിക പീഡനവും സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിക്കും പറഞ്ഞ ഒരു ഡ്യുവൽ ബന്ധമാണ് അതിനുള്ളത്. കാരണം സ്ത്രീകളുടെ മാനസിക ആരോഗ്യക്കുറവ് ഗാർഹിക പീഡനങ്ങൾ കൂട്ടുന്നു. ഗാർഹിക പീഡനങ്ങൾ സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇരട്ട സഹോദരങ്ങളെ പോലെയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത്, നമുക്ക് അവനവനെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, നമുക്ക് അവനവൻ്റെ ഒരു ആരോഗ്യമേ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സുസ്ഥിതിയിലായിരിക്കുക. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ഫിസിക്കൽ അല്ലെ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു ആരോഗ്യസ്ഥിതി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു രോഗമില്ലാത്ത ഒരവസ്ഥ മാത്രമല്ല. നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യമായിട്ടും ബൗദ്ധികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ സുസ്ഥിതിയെയുമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇനി അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീയിൽ അനുഭവപ്പെടുന്ന നമ്മൾ പറയുന്ന ട്രാൻസിഷൻ ഏജസ് എന്ന് പറയും. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു മെനാർക്കെ പീരീഡ്, അതായത് ഒരു ആർത്തവത്തിനോടടുക്കുന്ന ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ഒരു ജീവിതം, അതൊരു ട്രാൻസിഷനാണ്. ഒരു വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മാറ്റം, അതൊരു ട്രാൻസിഷൻ പീരീഡാണ്. പിന്നെ ഗർഭകാലം ഒരു ട്രാൻസിഷൻ പീരീഡാണ്. പ്രസവ സമയങ്ങൾ അത് ട്രാൻസിഷൻ പീരീഡാണ്. അതുപോലെ തന്നെ കുട്ടികളെ വളർത്തുന്ന കാലഘട്ടങ്ങളിലും ഓരോ സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആർത്തവ വിരാമ കാലഘട്ടം. മെനോപ്പസ് കാലഘട്ടവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പം ആ ഒരു സമ്മർദ്ദം പുറത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും നമ്മളിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇപ്പം ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കേസാണ് ഓർക്കുന്നത്. അടുത്തിടെ ഒരു കുടുംബ കോടതിയിൽ നിന്ന് എന്നെ അഡ്വക്കേറ്റ് വിളിച്ചു. പറഞ്ഞ കാര്യം, ഒരു 50 വയസ്സുകാരൻ്റെ പെറ്റീഷൻ വന്നിട്ടുണ്ട്, ഇവർക്ക് ഡിവോഴ്സ് ആവണം. ഓക്കെ, അപ്പം അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ ഒരു രസകരമായ സംഭവമാണ്, അപ്പോൾ ഒരു പണിച്ച് ഞാൻ അങ്ങോട്ടേക്ക് രണ്ടുപേരെയും കൂടി വിടാം, സിസ്റ്റർ ഒന്ന് നോക്ക്. കാരണം ഞാൻ കേസ് എടുക്കുന്നതിന് മുൻപേ അവർക്കൊരു ചാൻസ് കൂടി കൊടുക്കാം, എന്താണെന്ന് അവരൊന്ന് സംസാരിക്കട്ടെ. ഇതിനു മുൻപ് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവർക്ക് ചിന്തിക്കാനൊരു സമയം, അതിന് വേണ്ടിയിട്ടാണ് വിടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളൊരിക്കൽ ഇമ്മീഡിയറ്റ് എമർജൻസി ഒക്കെ ആയിട്ടൊക്കെ വന്നു. ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ചേച്ചി ചേട്ടനെ തല്ലി, അതാണ് പ്രശ്നം. അപ്പോൾ ഞാനും ചിന്തിച്ചു, ഇപ്പം സ്ത്രീകൾ ഇതേപോലെ, കാരണം സാധാരണ പോലീസ് സ്റ്റേഷനിലും കുടുംബ കോടതിയിലൊക്കെ കേസുകൾ കിട്ടുന്നത് ചേട്ടൻ ചേച്ചിയെ ഉപദ്രവിച്ച് ഫിസിക്കൽ അബ്യൂസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കാരണം ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞത്, പുള്ളിക്കാരത്തി പറഞ്ഞു, സിസ്റ്റർ എനിക്കങ്ങ് ദേഷ്യം വരുവാണ്. അപ്പോൾ എന്താ കാര്യം, ദേഷ്യം വരാൻ കാരണം എന്താ? ഈ പുള്ളിക്കാരന് എന്നെ പണ്ടത്തെ പോലെ സ്നേഹമില്ല, എന്നോടൊരു കരുതലില്ല, ഞാൻ എന്തൊക്കെ അവിടെ പാചകം ചെയ്ത് കൊടുത്താലും ഒരു അക്ഷരം മിണ്ടുന്നില്ല. പിന്നെ പുള്ളിക്ക് ഇപ്പോൾ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കണം, അതിൽ ഓരോരോ കാര്യങ്ങൾ കാണുന്നു. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഒരു വ്യക്തി ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് പോലും ഇദ്ദേഹം കണക്കാക്കുന്നില്ല. പിന്നെ മക്കളും അതുപോലെ തന്നെ. ഞാനൊന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ മക്കൾ വന്ന് എന്നോടൊന്ന് ചോദിക്കുന്നില്ല. അവരും എല്ലാം അപ്പൻ്റെ അടുത്തേക്ക് പോരും, അവരവിടെ തമാശ പറയുന്നു, ചിരിക്കുന്നു. ഞാനിവിടെ കരഞ്ഞു നിന്നാൽ ഇവരാരും ചോദിക്കുന്നില്ല, അതാണ് കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ വിളിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, സിസ്റ്റർ ഇവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇവൾക്ക് ഏകദേശം ഒരു 2 വർഷം ആകുന്നതേ ഉള്ളൂ, ഇതേപോലെ ഷോർട്ട് ടെമ്പേർഡാണ് ആൾ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പിന്നെ ഇപ്പം സംശയം വരിക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം കൂടി എടുത്തിടുക. നിങ്ങൾ എന്നോടിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ വരണ്ട, പണ്ട് അത് ചോദിച്ചില്ലല്ലോ. അതുപോലെ തന്നെ എല്ലാം നെഗറ്റീവായിട്ടാണ് ഇവൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇവളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം
ഞങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് എനിക്ക് പ്രായമായില്ലേ, എനിക്ക് വയസ്സായില്ലേ, എന്നാൽ എന്നെ അങ്ങ് ഉപേക്ഷിച്ച് തരും. അങ്ങനെ പറഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്ത് ഞാനൊരു ദിവസം പറഞ്ഞു എന്നാൽ ശരി നമുക്ക് ബന്ധം വേർപെടുത്തിയേക്കാം. പിന്നെ അതായി പ്രശ്നം. നിങ്ങൾക്കിപ്പോൾ 2 പിള്ളേരൊക്കെ ആയി, എൻ്റെ ഉപയോഗം കഴിഞ്ഞു, എൻ്റെ ആവശ്യം കഴിഞ്ഞു, എന്നെ അങ്ങ് വേർപെടുത്തിയിട്ട് നിങ്ങൾക്ക് വേറെ ആരുടെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ ചോദിച്ചു. ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ ചീഫ് കംപ്ലയിൻറ്റ്സ് ആദ്യമേ എടുക്കും. അതിനുശേഷം ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയും. അതായത് ഒരാളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അയാളുടെ ചിന്താമണ്ഡലം, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഒരു സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ വിലയിരുത്തുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിലാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം, പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മെനോപ്പസ് ഒരു പീരീഡിലേക്ക്, അതൊരു ആർത്തവ വിരാമത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ചില വൈകാരിക പ്രശ്നങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമേ നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനുണ്ട്. അതിനുശേഷം നമുക്ക് അപ്പം അതിന് ചില ഹോർമോണൽ സപ്ലിമെൻറ്റുകൾ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ തളർച്ച, ഇറിറ്റബിലിറ്റി, പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ പുള്ളിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഈ സ്ത്രീക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് അത് ഹസ്ബൻഡിനോട് പറയാനായിട്ട് അത്ര ഒരു സ്വാതന്ത്ര്യം പോരാത്തതുപോലെ. അപ്പം ഇതാണ് കാരണം. അപ്പം ശരിക്കും നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഒരു ശാരീരികമായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ മാനസികമായിട്ടുള്ള അവളുടെ ആ ഒരു ജീവിതത്തിലേക്ക് അത് പ്രതിഫലിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ജീവിത പങ്കാളിക്കോ മറ്റു കുടുംബാംഗങ്ങൾക്കോ സാധിച്ചില്ല എങ്കിൽ അത് പലതരത്തിലുള്ള ഗാർഹിക പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പം ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു. ഈ മെനോപോസ് കാലഘട്ടത്തിൽ ചില സ്ത്രീകളിൽ ഭർത്താവിനെ സംശയിക്കുക, അതുപോലെ തന്നെ ഡിപ്രഷൻ, മറ്റുള്ളവരുടെയൊക്കെ കടുത്ത വെറുപ്പ്, വൈരാഗ്യം, ഇതൊക്കെ ഈ നമ്മൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ പലരും ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണത്. എന്തുകൊണ്ടാണ് എന്നാൽ എല്ലാവരിലും നമ്മളത് കാണുന്നില്ല. വളരെ കുറേ പേര് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഈ കാലഘട്ടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ ഹാപ്പിയാണ്. പക്ഷെ ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇതിനടിമപ്പെട്ട് ജീവിതം നരകതുല്യമാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത്? ഓക്കെ, നമുക്ക് ഓരോ വ്യക്തികൾക്കും നമുക്ക് ഓരോ വ്യക്തിത്വങ്ങളുണ്ട്, ജനിതക പാരമ്പര്യമുണ്ട്, നമ്മുടേതായിട്ടുള്ള ശാരീരിക ഫിസിയോളജിക്കലായിട്ടുള്ള അവസ്ഥകളുണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരേ പ്രായക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, എങ്കിൽ പോലും നമ്മൾ വ്യത്യസ്തരാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളിലും. ഇപ്പം നമ്മുടെ ഹോർമോണിൻ്റെ ഇംബാലൻസസ്, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ വ്യത്യസ്തതകൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി അനുഭവപ്പെടുന്നത് തന്നെയല്ല, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്കുണ്ടാകുന്നൊരു സങ്കടം ഒരാൾ ഉള്ളിൽ ഒതുക്കി വെക്കുന്നു, വേറൊരാളത് പൊട്ടിത്തെറിയായിട്ട് പോകുന്നു. പലപ്പോഴും ഞാൻ ഈ സ്ത്രീകളുടെ മെനോപ്പസ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ദേഷ്യം, സങ്കടം, ഇറിറ്റബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അവരോട് ചോദിച്ചു വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സങ്കടഭാവമാണ് ദേഷ്യമായിട്ട് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് അവർക്ക് ഈ ഒരു ആങ്കർ ഔട്ട്ബേസ്റ്റ് ഒക്കെ ഉണ്ടായി പോകുന്നത്. അപ്പം വ്യത്യസ്തതകൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. പിന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് ആണ്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ജനിതകപരമായിട്ടുള്ള ഘടനകളുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടതൊരു സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രായമൊക്കെ ആകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അമ്മയായി, അല്ലെങ്കിൽ ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി ഇങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കൊക്കെ മതി എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സംശയരോഗം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുടെ ഭർത്താക്കന്മാരോടുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അവരുടെ മക്കളെ കൂടുതലായിട്ട് സംശയിക്കുക, കൂടുതലും ജീവിത പങ്കാളിയാണ് സംശയിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി, അതോടൊപ്പം നമ്മൾ കണ്ടിരിക്കുന്ന കേസുകളുടെ ഒരു കാര്യം എടുക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ ഒരു മെനോപോസ് കാലഘട്ടങ്ങളിലേക്കൊക്കെ വരുമ്പോൾ സ്ത്രീകളിൽ സെക്ഷുവൽ ഡിസയേഴ്സ് കുറയുന്നുണ്ട്. ലൈംഗികമായിട്ടുള്ള താല്പര്യത്തിൻ്റെ ഒരു കുറവ് സംഭവിക്കാം.
അതുപോലെ ഫിസിയോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഒരു സൊമാറ്റിക് കംപ്ലയിൻസ്, വേദനകളായിരിക്കാം, ശാരീരികമായിട്ടുള്ള വേദന, പിന്നെ ഒരു ഉറക്കത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, പിന്നെ ജോലി ചെയ്തു മടുത്തു എന്നൊരു രീതി. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര പ്രശംസ ചിലപ്പോൾ ഭർത്താവിൽ നിന്നുണ്ടാകണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഇവർ തമ്മിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള അടുപ്പത്തെ, ബന്ധത്തെ അത് ബാധിക്കുന്നുണ്ട്. പലപ്പോഴും പല ഭർത്താക്കന്മാരും നമ്മളോട് പറയുന്നൊരു കാര്യമാണ്, ജസ്റ്റ് ഒരു 45 അല്ലെങ്കിൽ ഒരു 50s ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതൊന്നും ഒരു ചിന്ത പോലും ഇല്ല. ഈവൻ അപ്രോച്ച് ചെയ്താൽ പോലും അവർ പറയും, നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, മക്കൾ കെട്ടാറായി അല്ലെ മക്കൾക്ക് പിള്ളേരായി, നിങ്ങൾ എന്തിനാ എന്നെ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതെന്ന്. അപ്പം ഈ ഒരു രീതിയിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഭർത്താക്കന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മൊബൈൽ ഫോണിലെ പല പോൺ വീഡിയോകളിലൊക്കെയൊക്കെ പോകും. അപ്പോൾ ഇതാണ് ഭാര്യ കാണുന്നത്. അപ്പോൾ ഭാര്യയുടെ ഒരു സംശയം എന്താണ്, എന്നിലുള്ള സ്നേഹമൊന്നുമില്ല, അപ്പോൾ എന്നെ സ്നേഹിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് ഇയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പുരുഷ സൈക്കോളജി, മെയിലിൻ്റെ ഒരു സൈക്കോളജി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടെ ഇമോഷണലായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് കുറേയൊക്കെ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിലേക്കും, ശാരീരിക പ്രോക്സിമിറ്റി എന്ന് നമ്മൾ പറയും, അതായത് അടുപ്പം ആയിരിക്കുക, അതുപോലെ ശാരീരിക ആവശ്യങ്ങൾ, സെക്ഷുവൽ ഡിസൈഴ്സ് ഒക്കെ അവർക്ക് ആ ഒരു ഏത് പ്രായത്തിലും അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള ചില അവസ്ഥകളിൽ, ചില പീരീഡുകളിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മെനോപ്പസൊക്കെ ആകുമ്പോൾ ഇതിനോടുള്ള താല്പര്യം കുറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം ലാക്നെസ് അല്ലെങ്കിൽ എനിക്കതിനോടുള്ളൊരു ആവശ്യം, ബോധം തോന്നുന്നില്ലാത്തത് കൊണ്ട് മറ്റയാൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് എന്നൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. കൃത്യമായൊരു ചികിത്സ വേണമല്ലേ ഈ ടൈമിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, നമുക്ക് ഈ പ്രായത്തിൽ ഉണ്ടാവുന്നതാണെന്ന് കരുതിയിരിക്കാതെ കൃത്യമായി നമ്മളത് എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ടല്ലേ. ഇവിടെയൊക്കെ ചികിത്സ എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്കിതൊരു ബോധ്യമാണ് ഉണ്ടാവുന്നത്, ഒരു അവയർനെസ്. അതായത് നമ്മൾ സ്ത്രീകൾ കടന്നു പോകുന്ന ഓരോ സ്റ്റേജസിനെ കുറിച്ചും അവിടെ ഉണ്ടാവുന്ന മാനസിക വൈകാരിക അവസ്ഥകളെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. ഒരു കേസ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവർ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്റർ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് മറന്നു പോകുന്നു, അതായത് മറവിയാണ് എനിക്ക് പ്രശ്നം, അപ്പോൾ ഇതെൻ്റെ ഒരു ഡിമെൻഷ്യയുടെ ഒരു കാര്യമാണോ, അല്ലെങ്കിൽ എനിക്ക് അൾഷിമേഴ്സ് എങ്ങാനും ഉണ്ടാകാനുള്ള ചാൻസസ് ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ നമുക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് മറ്റു അസസ്മെൻറ്റുകളൊക്കെ ചെയ്തപ്പോഴത്തേക്കും മനസ്സിലാകിയ ഒരു കാര്യം അതല്ല. അപ്പോൾ ഈ ഇറിറ്റബിലിറ്റി, നമുക്കൊരു ദേഷ്യം വന്നിരിക്കുന്നു, നമ്മളിങ്ങനെ ഇറിറ്റബിൾ ആയിരിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയെ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഫൊർഗറ്റ്ഫുൾനെസ്സിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സ്ലീപ്പ് ഡിപ്രൈവേഷൻ എന്ന് പറയും, അതായത് ഉറക്കം കിട്ടാത്ത അവസ്ഥ. അതുപോലെ ബ്ലോട്ടിങ് ആൻഡ് ഫ്ലഷിങ് എന്ന് പറയുന്നത്, അതായത് ചില സമയങ്ങളിൽ അങ്ങ് ശരീരം വളരെ ഭയങ്കരമായിട്ട് വേർക്കുന്നു, ചൂടാകുന്നു. ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ പോയി ഫാൻ ഇടും, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തണുത്തിട്ട് വിറയ്ക്കാനായിട്ട് തുടങ്ങും. അതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം അങ്ങനെ ചൂടാവുന്നത്? ഓക്കെ, അപ്പോൾ അത് കൂടുതലും നമുക്ക് ഹോർമോണൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ശാരീരിക ഘടനയിലും ഫങ്ഷനിലും ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. പ്രത്യേകിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ആ ഒരു ഹോർമോൺ ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു സമയത്ത് നമ്മളങ്ങനെ ഒത്തിരി ഹോർമോൺ സപ്ലിമെൻ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല എങ്കിൽ പോലും ചിലർക്കത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പം അങ്ങനെ അത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നു, അത് നമ്മുടെ അനുദിന ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ്. ഇവിടെ എല്ലാം നമുക്ക് വേണ്ടത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്, അതായത് നമ്മുടെ ദിനചര്യകളിലൊരു മാറ്റമൊക്കെ വരുത്താനായിട്ടൊക്കെ ഉണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സിസ്റ്റർ, ഈ ഗാർഹിക പീഡനങ്ങൾ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക് ലെവലിനെ വല്ലാതെ ബാധിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. സാധാരണ കുട്ടികളെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പല സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ റെഫർ ചെയ്തും അല്ലാതെ സെൽഫ് റെഫറൻസ് ആയിട്ടൊക്കെ ഒത്തിരി കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അക്കാഡമിക്കൽ പ്രോബ്ലമാണ് അവർക്ക്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് സിസ്റ്ററെ, പക്ഷേ എന്താണെന്നറിയത്തില്ല, കുറച്ച് നാളുകളായിട്ട് അവൻ പഠനത്തിൽ ഭയങ്കര പിന്നോട്ട് പോകുന്നു, അതിൻ്റെ ശ്രദ്ധയില്ല, പഠിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ പഠനത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്ന അവരുടെ ബുദ്ധിശക്തി, അത് നമ്മൾ ഇൻ്റലക്ച്വൽ കോഷ്യൻ്റ് എന്ന് പറയും,
IQ ഒക്കെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഒന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പഠന കാര്യം വരുമ്പോഴത്തേക്കും എഴുത്ത്, വായന, കാൽക്കുലേഷൻസ് ഇതിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന പിരിവിരിപ്പ് രോഗം. ഇങ്ങനെ ഈ അശ്രദ്ധയും പിരിവിരിപ്പും ഉണ്ടെങ്കിലും കുട്ടികളുടെ അക്കാഡമിക് ഒരു പെർഫോമൻസിൽ കുറവ് വരും. ഇതോടൊപ്പം തന്നെ പെർഫോമൻസിൽ കുറവ് വരുന്നതായിട്ട് ഞാൻ കണ്ടേക്കുന്നത് ഗാർഹിക അസ്വസ്ഥതകളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക, കുട്ടികൾ അവർ ഹെൽപ്ലെസ് ആണ്, നിസ്സഹായരാണ്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടി കാണുന്നത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പൻ അമ്മയെ തല്ലാൻ ചെല്ലുന്നു, അല്ലെങ്കിൽ അമ്മ അപ്പൻ്റെ മൊബൈൽ മേടിച്ച് വലിച്ചെറിയുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അപ്പൻ പറയുന്നു നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറയുന്നു, അമ്മ പറയുന്നു ഞാൻ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുമ്പോൾ അഡൾട്ടായിട്ടുള്ള മച്ചുവറായിട്ടുള്ള നമുക്ക് മനസ്സിലാകും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നല്ലത് പറഞ്ഞെന്നിരിക്കാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യോങ്ങിയെന്നിരിക്കാം. പക്ഷേ അതൊക്കെ അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് പ്രോബ്ലമേ കാണുന്നുള്ളൂ. ഈ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് കുഞ്ഞിന് അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ മനസ്സ് വിഷമിക്കും. ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന ഈ കുഞ്ഞിന് എങ്ങനെ പഠിക്കാൻ പറ്റും? ഇപ്പോൾ ഒരു ഗാർഹികമായിട്ടുള്ള ഒരു പ്രശ്നം കണ്ടിട്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം കണ്ട് അമ്മയായിട്ട് വല്യമ്മയും വല്യച്ഛനും വഴക്കിടുന്നത് കണ്ട്, അച്ഛനും അമ്മയും വഴക്കിടുന്നത് കണ്ട്, അല്ലെങ്കിൽ അച്ഛനെ അനുസരിക്കാത്ത അമ്മയൊക്കെ കണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടി എങ്ങനെയാണ് ശ്രദ്ധിച്ച് ഇരുന്ന് പഠിക്കുന്നത്? തന്നെയല്ല കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന കാര്യം ഇപ്പം ഇങ്ങനെ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്നു. അതുപോലെ തന്നെ അമ്മ അച്ഛനെ ഇട്ടിട്ട് പോകുന്നു, അച്ഛൻ അമ്മ ഇട്ടിട്ട് പോകുന്നു, ഇതൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ കുട്ടികളുടെ പ്രശ്നമായിട്ടൊക്കെ വരുമ്പോൾ ഞാനിരുന്ന് കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ എൻ്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കൊന്നുകളയുമോ, അല്ലെങ്കിൽ അമ്മ വേറെ ആരുടെയെങ്കിലും കൂടെ പോകുമോ, ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടനുമായിട്ട് എന്നും അമ്മ സംസാരിക്കണ കേൾക്കാം, പോകുമോ? അപ്പോൾ നോക്ക്, ഈ കുഞ്ഞ് അതിൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾ, അതിന് അമ്മയും അച്ഛനും എന്ന് പറയുന്നത് അവർ കാണപ്പെട്ട ദൈവം. അപ്പം ആ മക്കളെ ഈ അപ്പനും അമ്മയും ഉപേക്ഷിക്കുമോ എന്നൊരു പേടി കുഞ്ഞിൻ്റെ അക്കാഡമിക് ലെവലിനെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. അവരെ നോക്കടാ, ഇവരെ നോക്കടാ, അല്ലെങ്കിൽ നിനക്കെല്ലാം ഞാൻ തരുന്നില്ലേ, പഠിച്ചാൽ എന്താ? നമ്മൾ ഓർക്കുവാണ്, നമ്മളോട് പറയുകയാണ് ഈ ഒരു പ്രായത്തിൽ എല്ലാം തരാം, എല്ലാ ആനുകൂല്യങ്ങളും തരാം, പോയി പഠിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം ഇതേപോലെ അക്കാഡമിക് എന്ന് പറയുന്ന കാര്യവും ലേണിംഗ്, പഠനം എന്ന് പറയുന്ന കാര്യമൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അവിടെ അവർക്ക് സ്വസ്ഥമായൊരു ജീവിത അന്തരീക്ഷം വേണം, കുടുംബാവസ്ഥകൾ വേണം. അപ്പം അതിന് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം ചില സമയങ്ങളിലെല്ലാം ഇപ്പോൾ ദേഷ്യപ്പെട്ട് വരുന്നൊരു ഭർത്താവിനെ ആണെങ്കിലും ശാന്തനാക്കാനായിട്ട് ഒരു സ്ത്രീക്കാണ് കഴിയുന്നത്. ഇപ്പം എല്ലാവരെയും അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് സ്ത്രീകൾ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് അമ്മമാരായിരിക്കുന്ന നമുക്കാണ് ദൈവം മാതൃത്വം നൽകിയിരിക്കുന്നത്. ആ മാതൃത്വത്തിലാണ് കരുണയുണ്ട്, ആർദ്രതയുള്ള ഒരു മനസ്സുണ്ടാവണം, പിന്നെ സഹാനുഭൂതി ഉണ്ടാവണം, പിന്നെ നമുക്കറിയാം സാധാരണ പറയും സഹനങ്ങളൊക്കെ കൂടുതലും ഏറ്റുവാങ്ങുന്നതും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് ഒരു സ്ത്രീക്കാണെന്ന് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വേദനകളെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് വഴിയേ പോണ വയ്യാവേലിയെല്ലാം വലിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടണമെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു മൾട്ടി ടാക്സിയൽ ഒരു എബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താനായിട്ട് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ സമാധാനത്തോടെ പോകണം. അവർ സ്കൂളിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും സമാധാനത്തോടെ ആയിരിക്കണം. അപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. സിസ്റ്ററെ, അത് ഇപ്പോൾ ചില സ്ത്രീകളിൽ അർത്ഥവിരാമം 38 വയസ്സിൽ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണത്? ഓക്കെ,
അതും കൂടുതലും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഡയറ്റ്, ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ജീവിതശൈലി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പാരമ്പര്യം, അതായത് പ്രത്യേകിച്ച് പെൺമക്കളുടെ ഒരു അണ്ടാശയങ്ങളും അല്ലെങ്കിൽ അണ്ടം പക്വമായി പുറത്തു പോകുന്ന കാര്യങ്ങളും ഇതുപോലെ ജനറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അത് ഒരു കാര്യം. അപ്പോൾ ഒരു ഫിസിയോളജിക്കൽ ആൻഡ് ജനറ്റിക്, അതൊരു കാര്യം. സെക്കൻഡ് തിങ് നമ്മൾ ചിന്തിക്കേണ്ടത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അമിതമായ സ്ട്രെസ്സ് ഈ ഏർലി മെനോപ്പസിന് കാരണമാകുന്നു എന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചില സ്ത്രീകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സ്ട്രെസ്സ് ഉണ്ടാകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അമിതമായൊരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവൻ പീരിയഡ്സ് മിസ്സാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബ്ലീഡിങ് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പീരിയഡ്സ് ടൈമിങ് ആകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലും വരുന്നുണ്ട്. അപ്പം കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു കാര്യം സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനായിട്ട്, പരമാവധി സമ്മർദ്ദങ്ങളെ കുറച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ, അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ ശാരീരിക അവസ്ഥകളെയും ഓർത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഭർത്താവിനെ ഓർത്ത്, അമ്മായിയമ്മയെ ഓർത്ത്, മക്കളെ ഓർത്ത് ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കോർണറിൽ നിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇതുപോലെ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത് എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ലാതെ വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അല്ലല്ലോ നമ്മളിപ്പോൾ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ഒരുക്കമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ അല്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ, ഓക്കെ സംതിങ് സ്പെഷ്യൽ ആൻഡ് ഡിഫറെൻറ്റ് അല്ലേ. അപ്പം ഈ ഒരു സമയത്ത് കാണുന്നവർ പറയണം നന്നായിരിക്കുന്നു കേട്ടോ, നന്നായിട്ടത് പെർഫോം ചെയ്തു എന്നുകൂടി പറയുമ്പോൾ എന്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം സ്ട്രെസ്സിനെ കുറയ്ക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. പണ്ട് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ എന്നോട് ചെയ്തത്, എന്നെ പുറത്ത് വിട്ടിട്ടില്ല. അല്ലെങ്കിൽ എനിക്കൊരു 15 വയസ്സായി, അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയായി എന്നൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡ്രസ്സ് ധരിപ്പിച്ചിട്ടില്ല, ഒരു പൊട്ട് കുത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് എന്നെ പോകാൻ അനുവദിച്ചിട്ടില്ല, ഞാൻ കുറച്ചുകൂടിയൊക്കെ പഠിച്ചിട്ട് മതിയായിരുന്നു എനിക്കൊരു കല്യാണമെന്ന് പറഞ്ഞു, അത് നടന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലി എനിക്ക് വേണ്ടതായിരുന്നു, അത് നടന്നില്ല. അങ്ങനെ പഴയകാല ദുഃഖ സ്വപ്നങ്ങളിൽ, നഷ്ടദുഃഖങ്ങളിലൊക്കെ ഇങ്ങനെ മുഴുകി കരഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമൊക്കെ പല അമ്മമാരിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഒരവസ്ഥയെ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിത അവസ്ഥയെ അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ പണ്ട് എനിക്ക് നല്ലൊരു ചുരിദാർ ഇടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് പണ്ട് എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് സമ്മതിച്ചില്ല എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാനായിട്ട്, അല്ലെ എൻ്റെ സ്വർണ്ണം എല്ലാം കൊണ്ട് അങ്ങേര് പണയം വെച്ച് എനിക്കൊന്നും ഇടാൻ പറ്റിയില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇന്നുള്ള സൗഭാഗ്യങ്ങളെ ഓർത്ത് നമ്മൾ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, എന്നെ ശ്രദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആരുടെയും അടിമകളൊന്നും അല്ല. പക്ഷേ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, ഒരു കുടുംബ ബന്ധത്തിലൊക്കെ നമുക്ക് ഒരു വിധേയത്വം ആവശ്യമാണ്. ഇപ്പോൾ ഭർത്താവിനോടായാലും ശരി, മക്കളോടായാലും ഒക്കെ ശരി, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു വിധേയത്വം ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ സന്ദർഭങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലെ കുടുംബ കൂട്ടായ്മകൾ, മാതൃവേദി, അതുപോലെ സ്ത്രീകളുടെ കൂട്ടായ്മയിലേക്കൊക്കെ വരാനായിട്ട് ചിലർക്കൊക്കെ ഒരു മടി. ഓയ്യോ അതെന്തിനാ അങ്ങനെ വരുന്നത്, അതൊക്കെ കുറേ ചില പെണ്ണുങ്ങളുണ്ട് പുറത്ത് ഇങ്ങനെ ഉടുത്തൊരുങ്ങി പോണവരുണ്ട്, അവരങ്ങ് പോകാനുള്ളതാണ്, അല്ലെ ചിലർക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ മാറ്റി നിർത്തുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ കൂടുമ്പോഴാണ് നമ്മുടെ ആ ബലവും ശക്തിയും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞ സോഷ്യൽ ഇൻ്ററാക്ഷൻ, സാമൂഹ്യ ബന്ധങ്ങളിലും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഉന്നമനത്തിനുമൊക്കെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചീത്തയാണ്, മോശമാണ്, അത് കുറച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പള്ളിയിലേക്ക് വിളിപ്പിക്കുന്നു, കുറേ പേര് അങ്ങ് ചെല്ലുന്നു, പിന്നെ അത് ചെയ്യുന്നു. അത് ആ ഒരു രീതിയിൽ കാണാതെ എൻ്റെ വ്യക്തിത്വത്തിന് സംഭാവന ചെയ്യാനായിട്ട് സൊസൈറ്റിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനെയൊക്കെ കൂടുതൽ പ്രയോജനപ്പെടുത്താനും
അതുപോലെ തന്നെ പ്രചോദനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള കൂട്ടായ്മകളിൽ നിന്നൊക്കെ വരുവാനുമൊക്കെയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ സംസ്കാരത്തിനും സമൂഹത്തിനുമൊക്കെ നേട്ടമായിട്ടുള്ളത്. കാരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് വലിയൊരു പടയൊരുക്കം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ അല്ലെങ്കിൽ അവളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നന്മകളെയും കഴിവുകളെയും വളർത്തുവാൻ ദൈവം അനുവദിക്കുന്ന നല്ല ആയിരിക്കട്ടെ. അതിനുള്ള നല്ല അവസരങ്ങൾ ഇനിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. വളരെ എനർജറ്റിക്കായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഇരിഞ്ഞാലക്കുട രൂപത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.